നമ്മുടെ പഴയ യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കിയിട്ട് പോകുന്നത്. നമ്മുടെ 2017 തിരഞ്ഞെടുപ്പ് ആ ടൈമിൽ തൊട്ട് ഫ്രീ ഫയർ കളിക്കുന്ന നമ്മുടെ കേരളത്തിലെ തന്നെ അത്യാവശ്യം ഓൾഡ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സിന്റെ ഐഡിയ ആയിരിക്കും നമ്മൾ ഈ ഒരു 2025 ഇൻസ്പെക്ട് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും കണ്ടന്റ് എന്തുവാണെന്ന് ഏകദേശം മനസ്സിലായി കാണും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പം എന്തായാലും നമ്മൾ ആ ഒരു കണ്ടന്റിലേക്ക് കടക്കാൻ ഗൈസ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഐഡി നോക്കുവാണെങ്കിൽ 23 25 97 18 39 ആണ് ഐഡി വരുന്നത്. അപ്പൊ ഗൈസ് ഈ ഒരു ഐഡി മറ്റാരുടെ അല്ല, ബ്രൈറ്റ് ഫോക്സിന്റെ ആണ്. ബ്രൈറ്റ് ഫോക്സിനെ അറിയാത്ത ആരും തന്നെ കാണത്തില്ല. പണ്ടൊക്കെ ഫ്രീ ഫയർ കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ GTA 5 അങ്ങനെയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് പുള്ളിക്കാരി കളിക്കുന്നത്. ഒരു ഗേൾ യൂട്യൂബർ ആണ് ഗൈസ്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ 16 മണിക്കൂറായിട്ട് ഫ്രീ ഫയർ ഒന്നും കളിച്ചിട്ടില്ല. ഇപ്പൊ ഈ അക്കൗണ്ടിൽ കളിക്കുന്നത് ബ്രൈറ്റ് ഫോക്സ് തന്നെ ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഗൈസ്. എന്തായാലും പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ബ്രൈറ്റ് ഫോക്സ് തന്നെയാണ്. പിന്നെ പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ 56 ലെവലുണ്ട്, 8832 ലൈക്ക് ഉണ്ട്. അത്യാവശ്യം ലെവലിൽ ലൈക്കും കാര്യങ്ങളൊക്കെ ഉള്ള പ്രൊഫൈലാണ് ഗൈസ്. പുള്ളിക്കാരി തന്നെയാണോ ഇപ്പൊ ഈ ഒരു അക്കൗണ്ടിൽ കളിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ ബാഡ്ജസ് നോക്കുവാണെങ്കിൽ പാസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ എലൈറ്റ് പാസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുറെ എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും ബുയാ പാസ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ബുയാ പാസിൽ ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നും അല്ല ഗൈസ്. എന്തായാലും ഗെയിമിൽ ഇപ്പം വലിയതായിട്ട് ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ അക്കൗണ്ട്. നെയിം നോക്കുവാണെങ്കിൽ ബ്രൈറ്റ് ഫോക്സ് തന്നെയാണ്. പിന്നെ ബയോയിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൽ ക്യാരക്ടറാണ് ഇട്ട് കളിക്കുന്നത്. എനിക്ക് അറിയത്തില്ല ഗൈസ് പുള്ളിക്കാരി തന്നെയാണ് ഈ അക്കൗണ്ടിൽ കളിക്കുന്നതെന്ന്. അതോ സെയിൽ ആക്കിയോന്നൊന്നും അറിയില്ല. സെയിൽ ആക്കിയെങ്കിൽ എന്തായാലും പേര് മാറ്റേണ്ടതാണ്. പേര് മാറ്റാതെ ഇപ്പൊ കളിക്കുന്നതാണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കളിക്കാൻ കൊടുത്തേക്കുവാണോ എന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഗൈസ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. ബ്രൈറ്റ് ഫോക്സ് തന്നെയാണ് ഈ അക്കൗണ്ടിൽ കളിക്കുന്നത്, അല്ലെങ്കിൽ ഈ അക്കൗണ്ട് സെയിൽ ആക്കിയോ അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ആർക്കെങ്കിലും കളിക്കാൻ കൊടുത്തോ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. എനിക്ക് തോന്നുന്നത് ഈ അക്കൗണ്ട് ആർക്കെങ്കിലും കളിക്കാൻ കൊടുത്തേക്കുവാണെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഗൈസ് ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അടുത്ത ഐഡിയിലേക്ക് അങ്ങ് പോയേക്കാം ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത ഐഡി നോക്കുവാണെങ്കിൽ 18 28 12 26 36 ആണ് ഐഡി വരുന്നത്. അപ്പൊ ഐഡി മറ്റാരുടെ അല്ല, ഇപ്സ്റ്റർ ഗെയിമിങ്ങിന്റെ ആണ്. ഇപ്സ്റ്റർ ഗെയിമിങ്ങിനെ അറിയാത്ത ആരും തന്നെ കാണത്തില്ല. ഫ്രീ ഫയറിലൂടെ നമ്മുടെ ഗെയിമിങ്ങിലേക്ക് വന്നിട്ട് ഒമേഗയിലൂടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് നമ്മുടെ ഇപ്സ്റ്റർ ഗെയിമിങ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ആവേശം മൂവിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫേമസ് ആയി നിൽക്കുന്ന ഒരു യൂട്യൂബർ ആണ് നമ്മുടെ ഇപ്സ്റ്റർ ഗെയിമിങ് ഗൈസ്. ഗൈസ് അപ്പൊ പുള്ളിക്കാരന്റെ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ 15607 ലൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ 65 ലെവൽ ഉണ്ട് ഗൈസ്. ഈ അക്കൗണ്ടിൽ ഇപ്പൊ കളിച്ചിട്ട് 5 ദിവസമായി. ഇപ്പൊ ഈ അക്കൗണ്ടിൽ കളിക്കുന്നത് ഇപ്സ്റ്റർ ഗെയിമിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ ആരോ ആണ് കളിക്കുന്നത്. ഈ അക്കൗണ്ടിന്റെ പേര് ഇപ്പോഴും ഇപ്സ്റ്റർ ഗെയിമിംഗ് എന്നാണ്. സെയിലാക്കിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കളിക്കാൻ കൊടുത്തേക്കോ ആണോ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. ഇപ്സ്റ്റർ എന്തായാലും ഫ്രീ ഫയർ കളിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാനും ചാൻസ് ഇല്ല. വേറെ ആരോ ആണ് ഗൈസ് ഈ അക്കൗണ്ടിൽ ഇപ്പൊ കളിക്കുന്നത്. എന്തായാലും സെയിലാക്കിയോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഗൈസ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ BR ഡയമണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും പ്രൊഫൈലിൽ ബാക്കിയെല്ലാം ഹൈഡ് ആക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ഈ പ്രൊഫൈലിനെ പറ്റി പറയാനാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അടുത്ത ഐഡിയിലേക്ക് അങ്ങ് പോയേക്കാം ഗൈസ്. അപ്പൊ അടുത്ത ഐഡി നോക്കുവാണെങ്കിൽ 34 31 04 82 8 ആണ് ഐഡി വരുന്നത്. അപ്പൊ ഗൈസ് ഈ ഒരു ഐഡി മറ്റാരുടെ അല്ല, നമ്മുടെ നിയാംബ്രോയുടെ ആണ്. നിയാംബ്രോയെ പുതിയ പ്ലേസിനൊന്നും എന്തായാലും അറിയാൻ ചാൻസ് ഇല്ല, പഴയ പ്ലേസിനൊക്കെ അറിയാം ഗൈസ്. എന്തായാലും പഴയ പ്ലേസിനൊക്കെ എന്തായാലും അറിയാം. പുള്ളിക്കാരന് ഇപ്പൊ ഫ്രീ ഫയർ ഒന്നും കളിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. യൂട്യൂബ് ചാനലൊക്കെ നിർത്തിപ്പോയിട്ട് കുറെ വർഷങ്ങളായി ഗൈസ്. എന്തായാലും പ്രൊഫൈല് നോക്കുവാണെങ്കിൽ സൈക്കോ എന്നൊക്കെയാണ് ഗൈസ് പേര് കിടക്കുന്നത്. സൈക്കോ സിറോസ് എന്നൊക്കെയാണ് ഗൈസ് പേര് കിടക്കുന്നത്. അപ്പൊ നിയാംബ്രോ ഈ അക്കൗണ്ട് സെയിൽ ആക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. 23,281 ലൈക്കും അതുപോലെ തന്നെ 74 ലെവലും ഉണ്ട്. അടിപൊളി അക്കൗണ്ട് ആണ് ഗൈസ് ഈ അക്കൗണ്ട്. അത്യാവശ്യം ഓൾഡ് ആയിട്ടുള്ള അക്കൗണ്ട് ആണ് ഗൈസ് ഈ അക്കൗണ്ട്. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം നോക്കുവാണെങ്കിൽ ആ ഒരു 4th ലൈറ്റിന്റെ സ്കാർഫും പിന്നെ ആ ഒരു ഇലക്ട്രിക്കിന്റെ ഹെയറും പിന്നെ പോക്കർ MP14 കാര്യങ്ങളൊക്കെയാണ് ഗൈസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഗൈസ് റാങ്ക് നോക്കുവാണെങ്കിൽ BR ഹീറോയ്ക്കില് 4 സ്റ്റാർ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ CS നോക്കുവാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പൊ എന്തായാലും അടിപൊളി അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. പിന്നെ ബാഡ്ജസ് ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളി അക്കൗണ്ട് ആണ് ഈ അക്കൗണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ നിയാംബ്രോയെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ഫ്രീ ഫയർ കളിക്കുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു നമ്മുടെ നിയാംബ്രോ. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, പുള്ളിക്കാരൻ ഫ്രീ ഫയർ ഒക്കെ നിർത്തിപ്പോയി. ഈ അക്കൗണ്ടിൽ ഇപ്പൊ കളിക്കുന്നില്ല, ഈ അക്കൗണ്ട് സെയിൽ ആക്കിയേക്കുവാണ്. മറ്റാരോ ആണ് ഈ അക്കൗണ്ടിൽ ഇപ്പൊ കളിക്കുന്നത്. യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്, യൂട്യൂബും പുള്ളിക്കാരൻ സെയിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നിയാംബ്രോയെ പറ്റി മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ കണ്ടന്റ് ആദ്യമായിട്ട് മലയാളത്തിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ നിയാംബ്രോ.
ഗൈസ് അപ്പൊ ആ റെക്കോർഡ് പുള്ളിക്കാരനാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ള നിയാം ബ്രോയെ പറ്റി പറയാനായിട്ട്. നമുക്ക് എന്തായാലും ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അടുത്ത ഐഡിയിലേക്ക് അങ്ങ് പോയേക്കാം ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത ഐഡി നോക്കുവാണെങ്കിൽ 26 34 81 40 7 ഐഡി വരുന്നത്. അപ്പൊ ഗൈസ് ഈ ഒരു ഐഡി മറ്റാരുടെ അല്ല, നമ്മുടെ ഗെയിമിംഗ് വിത്ത് പ്രണവിന്റെ ആണ്. അപ്പൊ 19 മണിക്കൂറായിട്ട് ഗെയിമിൽ ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നും അല്ല. നമുക്ക് എന്തായാലും പ്രൊഫൈൽ എടുത്ത് നോക്കാം ഗൈസ്. പ്രൊഫൈൽ എടുത്ത് നോക്കാം. വെനം സെൻസി എന്നൊക്കെയാണ് ഗൈസ് പ്രൊഫൈലിൽ പേര് കൊടുത്തിരിക്കുന്നത്. 16,614 ലൈക്കും അതുപോലെ തന്നെ 68 ലെവലും ഉണ്ട് ഗൈസ്. എന്തായാലും അടിപൊളി അക്കൗണ്ട് ആണ്. പക്ഷേ ഇപ്പോഴും ഈ ഒരു ഗെയിമിംഗ് വിത്ത് പ്രണവാണോ ഈ അക്കൗണ്ടിൽ കളിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഗൈസ്. ബയോയിൽ ഗെയിമിംഗ് വിത്ത് പ്രണവ് വൈറ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ അക്കൗണ്ട് കണ്ടിട്ട് സെയിൽ ആക്കിയെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഗൈസ് ഈ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഫ്രീ ഫയർ അത്യാവശ്യം ആക്റ്റീവായിട്ട് പോകുന്ന ഒരു അക്കൗണ്ട് ആണ്. CS റാങ്കില് 18 സ്റ്റാറും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ബാഡ്ജും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. എന്തായാലും അടിപൊളി അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഈ അക്കൗണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിംഗ് വിത്ത് പ്രണവിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് പണ്ട് ഫ്രീ ഫയറിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു ഗൈസ്. എന്തായാലും ഇപ്പം ഗെയിമിലോ കാര്യങ്ങളോ ഒന്നും ആക്റ്റീവ് അല്ല. യൂട്യൂബ് ചാനൽ എന്തായാലും ഉണ്ട്. യൂട്യൂബ് ചാനലിലും വലുതായിട്ട് ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നും അല്ല ഗൈസ്. അപ്പൊ എന്തായാലും അടിപൊളി ഒരു പ്രൊഫൈലൊക്കെ ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു ഗൈസ്. എന്തായാലും സെയിലാക്കി പോയി ഗൈസ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? ഈ അക്കൗണ്ട് ഇപ്പോഴും ഗെയിമിംഗ് വിത്ത് പ്രണവ് കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഗെയിമും കാര്യങ്ങളൊക്കെ നിർത്തിപ്പോയോ എന്ന് എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാം. പുള്ളിക്കാരന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ഒക്കെ ആയിരുന്നു ഗൈസ് ഇവിടെ കാണുന്നത്. എന്തായാലും സെയിലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്തായാലും അടിപൊളി ഒരു പ്ലെയറും അടിപൊളി ഒരു യൂട്യൂബറും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ഗെയിമിംഗ് വിത്ത് പ്രണവ് ഗൈസ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ